സീ ലെവലിന്റെ 3600 ഫീറ്റ് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മളുടെ അമ്മച്ചി കൊട്ടാരം, ഇയ്യോബിൻ്റെ പുസ്തകം തുടങ്ങി പല സിനിമകൾ ഷൂട്ട് ചെയ്ത അമ്മച്ചി കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. പീരിമേട് യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയുടെ എക്കാലത്തെയും കിടിലം മൂവിയായ ലൂസിഫർ, കാർബൺ, പിന്നെ പാർട്സ് ഓഫ് ഈ പറയുന്ന ഇയ്യോബിൻ്റെ പുസ്തകം മൂന്നാറാണ് ഷൂട്ടിംഗ് എങ്കിലും അതിൻ്റെ പല പാർട്സും ഇവിടെ വെച്ച് ഇട്ടുകൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. അമ്മച്ചി കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് നടന്നു വരുന്ന വേ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഭയങ്കര ഒരു ഇമ്പം, എന്താ പറയുക, ആ മൂവി കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, എനിക്ക് ശരിക്കും അതുണ്ടായി. എൻ്റെ മുഖത്ത് അതുണ്ടായിരുന്നില്ലേ. വാ. അപ്പം ഈ പറയുന്ന പീരിമേട്, വാഗമൺ ഒക്കെ വരുന്നവർ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആ പറഞ്ഞ സിനിമയുടെ ഒരു സംഭവം മാത്രമല്ല കിട്ടുക, ഭയങ്കര ഒരു പീസ്ഫുൾനെസ്, ഭയങ്കര ഒരു ഹാപ്പിനെസ്. ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സിനിമയാണ് നമ്മളുടെ ഉള്ളിൽ എല്ലാം. ശരിക്കും ഓരോ സീൻ ബൈ സീൻ നമ്മുടെ ഉള്ളിലേക്ക് വരും ഈ ലൊക്കേഷൻ എത്തുമ്പോൾ. സോ റൈറ്റ് ഫ്രം ഹിയർ നമ്മൾ പോകുന്നത് പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം മോർണിംഗ് ഇറ്റ്സ് അബൌട്ട് 7 o'clock ഇൻ ദ മോർണിംഗ്. വേണ്ട തുടണ്ട, അഥവാ ദേഹത്ത് വല്ലതും കൂടിയാലും. അപ്പം നമ്മൾ പരുന്തുംപാറ വ്യൂ ആണ്. വാ. മലയുടെ മുകളിൽ സാറേ, പെട്ടെന്ന് സാറേ ഇപ്പം മഞ്ഞ് വരുമെന്ന്. അതിന് മുമ്പേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ. ശരിക്കും പരുന്തുംപാറയാണുള്ളത്. പരുന്തുംപാറ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള 19th century ഒരു ഏർലി 2000s പരുന്തുംപാറ ആർക്കും അറിയുണ്ടായില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്നത് അങ്ങോട്ട് നോക്കി, ആ കാണുന്ന പോയിന്റിലാണ് പരുന്തുംപാറ വ്യൂ പോയിന്റ്. നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ വണ്ടി ഓടിച്ചതിൻ്റെ മുകളിൽ കയറാൻ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിയത്. ശരിക്കും ആ ഏരിയയിൽ നിങ്ങൾ ആ കോട കാണുന്നില്ലേ, അപ്പോൾ ഈ ഒരു ടൈമിൽ രാവിലെ ഒരു 7:30 മണി സമയമാണ്. ഇവിടെ നല്ല കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കേണ്ട ഒരു ടൈമാണ്. പക്ഷേ മേ ബി മന്തിൻ്റെ കൊണ്ടായിരിക്കും മഞ്ഞ് വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഫുൾ വിഷ്വൽ ഒന്ന് കണ്ടോളൂ. കാര്യം ഇത്രയും ക്ലീനായിട്ട് പരുന്തുംപാറയുടെ മോൾവശം കാണാൻ പറ്റുന്ന ഒരു ദിനം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടുന്നത്. എപ്പോൾ വന്നാലും ഇവിടെ മൂടൽമഞ്ഞും കാര്യങ്ങളും ആയിരിക്കും. സോ നമുക്ക് പരുന്തുംപാറ വ്യൂ പോയിന്റ് പോയി ഒന്ന് കാണാം. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള പരുന്തുംപാറ, അതായത് സീ ലെവലിൻ്റെ 3600 ഫീറ്റ് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിതിൽ കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നല്ലേ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഒരു മഞ്ഞ് വീഴുന്നതിന് മുമ്പുള്ള കാഴ്ച. സൂര്യൻ അവിടെ നിൽപ്പുണ്ട്, പക്ഷേ മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നന്നായി, നട്ട വെയിൽ മുഖത്തോട്ട് അടിക്കുന്നില്ല, അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു ഫീലുണ്ടല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഇറങ്ങി അവിടെ ചെന്ന് നിൽക്കാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വിശക്കുന്നു, നമുക്ക് പോയി കഴിച്ചിട്ട് വന്നാലോ. ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു ഇത്തിരി പാട്. കയറുന്ന അത്ര പ്രശ്നമില്ല കേട്ടോ, ഡാർക്ക് സീനൊന്നുമില്ല. കയറുന്ന എളുപ്പം, ചാടി പുൽച്ചാടി ചാടുന്നോട്ട് കയറി പോവാം. അങ്ങനെ പരുന്തുംപാറയിൽ നിന്ന് 24 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ നമ്മുടെ വാഗമണിലേക്ക്. വാഗമണ്ണി മൊട്ടക്കുന്നും പൈൻവാലിയൊക്കെ കണ്ടുകൊണ്ട് മടുത്തൂലേ. അവിടെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കുണ്ട്, ഒരുപാട് ഷൂട്ടിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് പീരിമേട് ബിവറേജിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു. അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി വാഗമണിലേക്ക് പോവാം.
അങ്ങനെ ഒരു ദിവസം പോയ പോക്കേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ പോരാതെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള നിങ്ങൾ കണ്ടത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാത്തിലും കയറാനുള്ള ഒരു ചെറിയ പേടിയൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു ഭയം. അപ്പം അങ്ങനെ ഇറ്റ്സ് ഈവനിങ് ടൈം, സോ വി ആർ വൈൻഡിങ് അപ്പ് ദ ഷോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ഇറ്റ്. ബൈ.